മെന്റലിസം പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. സോ ഇത്രയും ഓഡിയൻസിന്റെ മുന്നിൽ എന്റെ ഫസ്റ്റ് പെർഫോമൻസ് ആണ്. സോ പ്രോബിലിറ്റി ഓഫ് കിഡിങ് ഈസ് ഒരു 90% ആയിരിക്കാം. 10% സാധ്യത കുറവുണ്ട്. കാരണം ഇതൊരു ബേസിക്കലി കൈൻഡ് ഓഫ് എക്സ്പെരിമെന്റ് പോലെയാണ്. സോ ഐ ക്യാൻ ട്രൈ. ശരിക്കും ഇതിന് കുറെ പ്രോപ്പർട്ടീസും അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ വേണം. പക്ഷെ എന്റെ കയ്യിൽ വളരെ ബേസിക് ആയിട്ട് കുറച്ച് പ്രോപ്പർട്ടീസ് ഉള്ള ഒരു സെറ്റ് ഓഫ് കാർഡ്സ് ഉണ്ട്. പിന്നെ കുറച്ച് ബ്ലാങ്ക് കാർഡ്സ് ഉണ്ട്, ഒരു പേനയുണ്ട്. സോ ആരെങ്കിലും ഒരാൾ റാൻഡമായിട്ട് ആരെങ്കിലും ഒരാൾ വരികയാണെങ്കിൽ നമുക്കൊരു എക്സ്പെരിമെന്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു ചെയർ എനിക്ക് ഇന്റർവ്യൂ പോലെയല്ല. എന്താ ചെയ്യണേ? ഞാൻ തേജസ് ആണ്. ഞാനിപ്പോ 10ാം ക്ലാസ്സിലാണ് പഠിക്കണേ. ഫുട്ബോളാണ് ഇൻട്രസ്റ്റ്. വരയ്ക്കാനും പറ്റും. തേജസെ, ഞാനിത് തുടങ്ങുന്നതേ ഉള്ളൂ. അതായത് മെന്റലിസത്തിലേക്ക് വരുന്നേ ഉള്ളൂ. സോ എന്നെ ചലഞ്ച് ചെയ്തത് വളരെ എന്താ പറയാ ഓപ്പൺ മൈൻഡ് ആയിട്ട് വളരെ ലൂസ് ആയിട്ട് നിന്നാൽ മതി. സോ ഐ ക്യാൻ ട്രൈ സംതിങ്. ഓക്കെ, സോ നമുക്ക് ഞാൻ പിടിക്കും. സോ എൻ്റെ കയ്യിൽ കുറച്ച് പ്ലേയിങ് കാർഡ്സ്. സോ ഇതൊരു യൂഷ്വൽ സെറ്റ് ഓഫ് കാർഡ്സ് ആണ്. സോ അറിയാലോ കാർഡ്സിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന്. 52 കാർഡ്സ് ഉണ്ട്, 26 റെഡ്സ് ഉണ്ട്, 26 ബ്ലാക്ക് ഉണ്ട്. പിന്നെ ഓരോ സ്യൂട്ട്സ് ഉണ്ട്, 4 സ്യൂട്ട്സ് ഉണ്ട്, ഡയമണ്ട്, ഹാർട്ട്, ക്ലബ്സ്, സ്പേഡ്. പിന്നെ ഇതിനെല്ലാം 2 to 10 നമ്പേഴ്സ് ഉണ്ട്, AKQJ. ഇതാണ് ബേസിക് സ്ട്രക്ചർ ഓഫ് കാർഡ്. സോ നോക്കുകയാണെങ്കിൽ ഇത് ഫുൾ ഡിഫറെന്റ് കാർഡ്സ് ആണ് എല്ലാം, അല്ലേ? എല്ലാം സെയിം കാർഡ്. ഈ താഴെ വീണത് അറിയാതെ വീണതായിട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. സോ ഇത് നന്നായിട്ട് കാർഡ് ഷഫിൾ ചെയ്യാൻ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ജയമാമൻ. ഞാൻ പിടിക്കാം. ഇവിടെയാണോ? അവിടെ സോ തേജസ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇതിൽ നിന്നൊരു 6 കാർഡ്സ് ചൂസ് ചെയ്തു. ഇഷ്ടമുള്ള കാർഡ്സ് നോക്കി ചൂസ് ചെയ്തു, അല്ലെങ്കിൽ നോക്കാതെ ചൂസ് ചെയ്തു. റാൻഡം ആയിട്ട് 6 കാർഡ്സ് വേണമെങ്കിൽ ഒരു തേജസ് ഒരു 3 കാർഡ്സ് ചൂസ് ചെയ്തു. അവരെ കൊണ്ട് ആരെങ്കിലും 3 കാർഡ്സ് നമുക്ക് എടുക്കാം. എന്നെ കാണിക്കരുത്. ഇനി ഒരു 3 കാർഡ്സ് okay. So total 6 cards. So ആ 6 cards മതി. നമുക്ക് ഈ ബാക്കി കാർഡ്സിന്റെ ആവശ്യമില്ല. ആ 6 കാർഡ്സ് ആ ചെയറിൽ ഒന്ന് സ്പ്രെഡ് ചെയ്യും. ഓക്കെ, ഇതിന്റെ അകത്തുനിന്ന് ഈ 6 കാർഡ്സ് ഇപ്പൊ ഏതൊക്കെയാണെന്ന് തേജസിന് അറിയില്ല. തേജസ് 3 എടുത്തു, ഇജ് 3 എടുത്തു. സോ ഈ 6 കാർഡ്സില് തേജസ് എടുത്ത കാർഡ് ഏതാണെന്ന് അറിയില്ല. ഒരു ഓർഡർ ഒന്നും ഇല്ലല്ലോ അതിന്. സോ ഇതിൽ നിന്ന് ഒരു കാർഡ്, ഇഷ്ടമുള്ളൊരു കാർഡ് ചൂസ് ചെയ്തു. അതിന്റെ ആ കാർഡ് മാത്രം ആ ചെയറിൽ വെച്ചിട്ട് ബാക്കി കാർഡ്സ് ഒക്കെ എടുത്തു. വെച്ചു. ഓക്കെ, അപ്പൊ ഈ കാർഡ് ഇവിടെ നടുക്കിയിരിക്കല്ലേ? എന്തോ? ആ ഓക്കെ. സോ ഈ കാർഡിനെ ഞാൻ എൻ്റെ ഈ റിമൈനിങ് 6 ഇതിലേക്ക് എന്താ പറയാ തിരിച്ച് കട്ട് ചെയ്യിക്കുക ചെയ്യണം. സോ അതെടുത്തല്ലോ.
ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഇനി ഈ 5 കാർഡ്സ് ഇല്ലേ, ആ 5 കാർഡ്സ് സ്പ്രെഡ് ചെയ്യും. ഇഷ്ടമുള്ളൊരു കാർഡ് ചൂസ് ചെയ്തു. ഇതിലേക്ക് വെച്ചു. ബാക്കി കാർഡ്സ് അവിടെ വെച്ചു. ഇനി ഓഡിയൻസിന് ആരെങ്കിലും ഒരാൾ വന്ന് ഒരു കാർഡ് കൂടെ ചൂസ് ചെയ്യും. ഇതിലേക്ക് വെച്ചു. ആക്ച്വലി നോക്കിയിട്ട് കാര്യമില്ല, ഇതല്ല ട്രിക്ക്. ഓക്കെ. ഇനി നമുക്ക് 3 കാർഡ്സ് ഉണ്ട് അല്ലേ? ഈ 3 കാർഡ്സിൽ നിന്ന് എന്താ പറയാ, ഇതിൽ ജോക്കേഴ്സ് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടായിരുന്നില്ലല്ലോ, ഉറപ്പല്ലേ? ഓക്കെ, ഇനി ഇതിൽ നിന്ന് ഇഷ്ടമുള്ളൊരു കാർഡ് ചൂസ് ചെയ്യും. അതും ഇതിൽ വെച്ചോ. 2 കാർഡ്സ് ഉണ്ട്, ഇഷ്ടമുള്ളൊരു കാർഡ്. സോ ഇനി നമ്മുടെ കയ്യിലുള്ളത് ഈ ഒരു കാർഡ് മാത്രം. അത് കൈവച്ചു. ഇതിങ്ങനെ എന്താ പറയാ, ഇത് ഏത് കാർഡാന്ന് തേജസ്സിന് അറിയോ? അറിയില്ലല്ലോ, ഉറപ്പല്ലേ? ഇത് കൈവച്ചു. കയ്യിൽ ഇങ്ങനെ അടച്ചു പിടിച്ചു. ഓക്കെ, ഇനി നമുക്ക് ആ കാർഡ് അവിടെ ഇരിക്കട്ടെ. എൻ്റെ കയ്യിൽ കുറച്ച് ബ്ലാങ്ക് പേപ്പേഴ്സ്. So, just blank papers. എനിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാല്, തേജസിന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ മനസ്സിൽ വിചാരിച്ചോ. ഈ കാർഡിലേക്ക് നോക്കി ആ ഫ്രണ്ടിന്റെ പേരൊന്ന് മനസ്സിൽ വിചാരിക്കാൻ പറ്റുമോ? കൈ എടുത്തോ. വിചാരിച്ചല്ലേ? ഓക്കെ. എന്നിട്ട് ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ, ആ ഫ്രണ്ടിന്റെ പേര് ഞാൻ ഇവിടെ എന്റെ ഈ സൈഡിൽ എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഇംഗ്ലീഷിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. സോ ഒരു സ്പെല്ലിംഗ് ഉണ്ടല്ലോ, ആ ഫ്രണ്ടിന്റെ പേരിന് സ്പെല്ലിംഗ് ഉണ്ടാവും. ആ സ്പെല്ലിങ് ഒന്ന് മനസ്സിലിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാവോ? എന്റെ കണ്ണിലേക്ക് നോക്കിയിട്ട്. ഇത് ഇവിടെ ഒരു ഇമാജിനറി പേര് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. സോ അത് നോക്കി മനസ്സിൽ സ്പെല്ല് ചെയ്യുന്നത് പോലെ വിചാരിക്കണം. ഓക്കെ, വിചാരിച്ചോ? അങ്ങനെ ഒരു ലൂപ്പ് പോലെ വിചാരിച്ചോ? ഓക്കെ, ഞാനൊരു പേര് ഇവിടെ എഴുതിയിട്ടുണ്ട്. ആക്ച്വലി നമുക്ക് അവസാനം നോക്കാം. ഓക്കെ, ആ പേര് പറഞ്ഞു അവരെടുക്കല്. തേജസ് തന്നെയാ പേര്. സോ നിങ്ങൾക്ക് മെന്റലിസം അറിയാം. ഇതും ഒരു കൈൻഡ് ഓഫ് മെന്റലിസം ആണ് ആക്ച്വലി. ഇത് ഒബ്സർവേഷണൽ മെന്റലിസം പറയാം. ഇപ്പൊ നമ്മള് ആരെങ്കിലും കുറിച്ച് ഇങ്ങനെ കുറെ ഡിഗ് ചെയ്തിട്ട് അവരുടെയൊക്കെ പെർഫോമൻസിന് പോയിട്ട് നമുക്ക് അതങ്ങനെ പറയാൻ പറ്റും. ഇപ്പം രേഷ്മയ്ക്ക് പോകാൻ ആഗ്രഹമുള്ള ഒരു സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് രേഷ്മയോട് കുറെ സംസാരിക്കുന്ന ഒരാൾക്ക് കിട്ടും. സോ ഇവിടെ പക്ഷെ എനിക്ക് തേജസ്വിനെ അറിയത്തില്ല. ഓക്കെ, സോ ഇനി അടുത്ത എന്താ വേണ്ടതെന്ന് വെച്ചാല്, തേജസിന് പോകാൻ ഭയങ്കര ആഗ്രഹമുള്ള ഒരു സ്ഥലം. അത് കേരളത്തിലാവാം, പറയരുത്. ഓക്കെ, അത് കേരളത്തിലാവാം, ഇന്ത്യയിലാവാം, ഇന്ത്യക്ക് പുറത്താവാം, എവിടെ വേണമാവാം. ഓക്കെ, വിചാരിച്ചോ? അതും ഈ കാർഡിലേക്ക് നോക്കിയിട്ടൊന്ന് മനസ്സിൽ വിചാരിക്കോ. ഓക്കെ അല്ലേ? സോ ഇവിടെയും ഞാൻ ആ പേരിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. സോ അതിങ്ങനെ മനസ്സിൽ മുമ്പേ ചെയ്ത പോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ,
റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, സ്പെല്ല് ചെയ്യുക. ബേസിക്കലി വളരെ കാഷ്വൽ ആയിട്ട്, വളരെ ഒട്ടും കോൺഷ്യസ് ഒന്നും ആവാണ്ട് വളരെ സിമ്പിൾ ആയിട്ട് അതിങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടേ ഇരിക്കുക. ഓക്കെ? ടെൻഷൻ ഉണ്ടോ? എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. ഓക്കെ, ഞാൻ ടോട്ടൽ ഇവിടെ 3 പ്രഡിക്ഷൻസ് എഴുതുന്നുണ്ട്. ഇതിൽ ഒരെണ്ണം ചിലപ്പോൾ ഫെയിൽ ആയി പോവായിരിക്കും. ഐ ഡോണ്ട് നോ. ഓക്കെ, സോ അതും ഞാൻ ഒരു സ്ഥലം, എൻ്റെ മനസ്സിൽ വന്നൊരു സ്ഥലം ഇതിൽ എഴുതിയിട്ടുണ്ട്. പറഞ്ഞു, സ്പെയിൻ. നിങ്ങൾക്കറിയാമോ? പക്ഷേ നിങ്ങൾക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനം ഉണ്ട്. അത് ഈ തേജസിന്റെ കയ്യിലിരിക്കുന്ന കാർഡ് ഏതാണെന്നുള്ളതാ. തേജസിന് അറിയാവോ അത് ഏതാണ്? ഇല്ല, അറിയില്ല. ആർക്കും അറിയില്ല ആ കാർഡ് ഏതാണെന്നുള്ളത്. സോ ഇനി തേജസിന് ആ കാർഡ് നോക്കാം. നോക്കിയില്ലേ? അതിനി ഇവിടെ ഒരു ഇമേജ് ആയിട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കാം. ഓക്കെ, അത് സ്പെല് ചെയ്യാനൊന്നും ഇല്ല ആക്ച്വലി. അതിന്റെ കളറ്, അതിന്റെ എന്താ നമ്പർ ആണെങ്കിൽ നമ്പർ, അത് ഇപ്പം കിങ്ങോ ക്യൂനോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അത് മനസ്സിൽ വിചാരിക്കുക, വിചാരിച്ചുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, ഓക്കെ. സോ ആ കാർഡ് ഏതാണെന്ന് ഇപ്പം എന്തായാലും തേജസ് റിവീൽ ചെയ്യണ്ടായിരുന്നു. ഇത് കൈ തന്നെ വെച്ചു. സോ ഇവിടെ എന്റെ കയ്യിൽ ഇപ്പം 3 പ്രഡിക്ഷൻസ് ഉണ്ട് ആക്ച്വലി. ഇനി ഇതിൽ ഞാൻ എഴുതുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ആക്ച്വലി ഞാൻ എഴുതിയത് തന്നെ. നിങ്ങൾ എന്റെ വളരെ ക്ലോസ് ആയിട്ട് നിന്നാണ് കാണുന്നത്. ഓക്കെ, സോ ആരെങ്കിലും ഒരാൾ വരുമോ? സോ ഇതില് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ 1 2 3 നമ്പർ ഇട്ടിട്ടുണ്ട് ആക്ച്വലി. 1 2 3. സോ ഇതായിരുന്നു ഞാൻ ആദ്യം എഴുതിയ പ്രഡിക്ഷൻ, അതായത് തേജസിന്റെ ഫ്രണ്ടിന്റെ പേര്. വായിക്കാമോ? തേജസ്. ഇനി രണ്ടാമത്തെ പ്രഡിക്ഷൻ എടുക്കാം നമുക്ക്. ഇതിലെന്താണ് തേജസിന് പോകാൻ ആഗ്രഹമുള്ള സ്ഥലം? സ്പെയിൻ. ഇനി ഇതാണ് മൂന്നാമത്തെ പ്രഡിക്ഷൻ. ഇതാണ് എനിക്ക് ഭയങ്കര ടെൻഷനും കൺഫ്യൂഷനും ഉള്ള പ്രഡിക്ഷൻ. സോ ഞാൻ ആദ്യമേ ഒരു ജാമ്യം എടുക്കുകയാണ് എല്ലാവരോടും. ഓക്കെ, Ace of clubs. അത് ഞാനിനി എന്ത് ചെയ്യും? അത് predict ചെയ്യാൻ പറ്റില്ല.